കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിലേക്ക് സ്വാഗതം. ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവവചനം കേൾക്കുവാനും ദൈവം നമുക്കൊരുക്കിയ ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. യോഹന്നന്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 5-7 വാക്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വചനധ്യാനത്തിനായി എടുക്കുന്നത്. അവൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. യേശു അവരോട്, ഈ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറപ്പീൻ എന്ന് പറഞ്ഞു. അവർ വക്കോളവും നിറച്ചു. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങളിൽ ആദ്യത്തെ അത്ഭുതമാണല്ലോ ഗലീലയിലെ കാനാവിൽ ചെയ്തതായ അത്ഭുതം. ഇത് കേവലം ഒരു അത്ഭുതം മാത്രമല്ല, കർത്താവായ യേശുക്രിസ്തുവിനെ നമുക്ക് അടുത്തറിയുവാൻ കഴിയുന്നതായ ഒരു സംഭവം കൂടിയാണ് ഈ ഗലീലയിലെ കാനാവിലെ കല്യാണ വീട്ടിൽ നടന്നതായ സംഭവം. കർത്താവ് യേശുക്രിസ്തുവിനെ വളരെ അടുത്ത് അറിഞ്ഞതായ ഏക വ്യക്തി എന്ന് പറയുന്നത് യേശുവിൻ്റെ അമ്മയായ മറിയയാണ്. യേശുവിനെയും ശിഷ്യന്മാരെയും വിവാഹത്തിന് വിളിച്ചിരുന്നു. വേദപണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ മറിയയുമായിട്ട് വളരെ ബന്ധമുള്ള, ഒരുപക്ഷെ രക്തബന്ധം ആണെങ്കിലും ഉള്ളതായ ഒരു ഭവനമായിരുന്നു ഈ ഗലീലയിലെ കനാവിലെ ഭവനം. അതുകൊണ്ട് തന്നെ ആയിരിക്കാം കർത്താവ് യേശുക്രിസ്തുവിനെയും ശിഷ്യന്മാരെയും വിവാഹത്തിന് ക്ഷണിച്ചത്. പക്ഷേ എല്ലാവരുടെയും പ്രതീക്ഷകളെ തെറ്റിച്ചുകൊണ്ട് ആ ഭവനത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതായ ഒരു കാര്യം സംഭവിച്ചു. വിവാഹ വിരുന്നിൽ വിളമ്പേണ്ടതായ വളരെ പ്രധാനപ്പെട്ട വീഞ്ഞ് അവിടെ തീർന്നുപോയി. ഒരു പ്രതിസന്ധിയെ ആകസ്മികമായി ആ ഭവനം അഭിമുഖീകരിച്ചു. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ആ ഭവനവുമായി ബന്ധമുള്ളതായ മറിയ ഓടി യേശുവിൻ്റെ അടുക്കൽ വരികയാണ്. ഒരു പ്രാർത്ഥനയ്ക്ക് തുല്യമായ ഒരു റിക്വസ്റ്റ് മറിയ യേശുവിനോട് പറയുകയാണ്. പക്ഷെ യേശുവിൻ്റെ മറുപടി എന്താണ്? യേശു പറയുന്നു, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. ദൈവത്തോടുള്ള നമ്മുടെ പ്രാർത്ഥനയും ദൈവത്തിൻ്റെ പ്രതികരണവും നമുക്കിവിടെ കാണുവാൻ സാധിക്കും. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയ്ക്കും ദൈവം നൽകുന്നതായ പ്രതികരണം ഇപ്രകാരമായിരിക്കാം. പലരും പറയാറുണ്ട്, ദൈവം മൗനമായിരിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ പ്രാർത്ഥന അതേപോലെ ദൈവം അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതിനെല്ലാമുള്ള ഒരു മറുപടി നമുക്കിവിടെ കാണുവാൻ സാധിക്കും. യേശു പറഞ്ഞതെന്താണ്? യേശു പറഞ്ഞത്, എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പ്രവർത്തിക്കാനുള്ള അനുയോജ്യമായ സമയം ഇവിടെ ആയിട്ടില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അവൻ പ്രവർത്തിക്കും എന്നുള്ളൊരു കാര്യത്തിൽ യേശുവിൻ്റെ അമ്മയ്ക്ക് ഉറപ്പുണ്ട്. ഇതാണ് നമുക്ക് വേണ്ടത്. എല്ലാം എനിക്ക് പ്രതികൂലമാണ്, അല്ലെങ്കിൽ ദൈവം പോലും എൻ്റെ വിഷയത്തിന് എനിക്ക് അനുകൂലമായി നിൽക്കുന്നില്ല എന്ന് ചിന്തിക്കുമ്പോഴും ദൈവത്തോട് നമ്മൾ കഴിച്ചതായ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി ഉണ്ട് എന്ന് നാം ഉറപ്പോടെ ഈ മറിയെ പോലെ വിശ്വസിക്കണം. അതുകൊണ്ടാണ് യേശുവിൻ്റെ അമ്മയായ മറിയ അവിടെയുള്ള ശുശ്രൂഷക്കാരോട് പറഞ്ഞത്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ എന്ന് പറഞ്ഞത്. ഒരുപക്ഷെ തീർച്ചയായിട്ടും കർത്താവ് യേശുക്രിസ്തുവും ഈ മറിയയുടെ വാക്കുകൾ കേട്ട് കാണും. പക്ഷേ യേശുവിൻ്റെ നിലപാടെന്താ? എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. യേശുവിൻ്റെ കൽപ്പനയെ അനുസരിക്കുവാൻ കഴിയുന്നതായ ചില ആളുകൾ അവിടെ എഴുന്നേറ്റപ്പോൾ അത് യേശുവിന് പ്രവർത്തിക്കാനുള്ള സമയമായി തീർന്നു. ദൈവത്തെ അനുസരിപ്പാൻ നാം തയ്യാറാകുന്നുവെങ്കിൽ, ദൈവപ്രവൃത്തിക്ക് വേണ്ടി ചുമല് കൊടുക്കുവാൻ നാം തയ്യാറാണെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ ദിവസങ്ങൾ ആയിരിക്കും അത്. നോക്കിക്കേ, അപ്രകാരമുള്ള ചില ശുശ്രൂഷക്കാർ അവിടെ എഴുന്നേറ്റപ്പോൾ യേശു അവരോട് 7-ാം വാക്യത്തിൽ പറയുന്നു, ഈ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറപ്പീൻ. അവർ വക്കോളവും നിറച്ചു. അത് അവർ ചെയ്ത പ്രവൃത്തിയുടെ പൂർണ്ണതയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പൂർണ്ണ ഹൃദയത്തോടെ നാം ദൈവത്തെ അനുസരിച്ച നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനായ ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവത്തെ പൂർണ്ണമായും അനുസരിക്കുന്ന, ദൈവപ്രവൃത്തിക്കായി വിശ്വസിക്കാൻ കഴിയുന്നതായ ഒരു മനോഭാവമുണ്ടെങ്കിൽ ഈ ദിവസങ്ങൾ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയാണെങ്കിൽ പോലും ദൈവത്തിൻ്റെ മഹത്വം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തും. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച ഈ വചനത്തിനായി സ്തോത്രം. ഈ വചന നിമിത്തമുള്ള ദൈവിക വിടുതൽ അങ്ങയുടെ മക്കൾ അനുഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. നല്ലൊരു ശുഭദിനം ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. ഗാഡ് ബ്ലെസ് യു ഓൾ.